തദ്ദേശ തിരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ എല്ലായിടത്തും തുടങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം, വോട്ട് തേടൽ ഉൾപ്പെടെയായി ഇനി അങ്ങോട്ട് തിരക്കുകൾ തന്നെയാണ്. ഇതിനിടയിൽ പോയ 5 വർഷങ്ങൾ എങ്ങനെയായിരുന്നു എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വടകര നഗരസഭയിലെ വികസനങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. പിന്നീട് ഇന്ന് നമ്മൾ മണിയൂർ ഗ്രാമപഞ്ചായത്തിൽ എത്തി നിൽക്കുകയാണ്. മണിയൂർ ഗ്രാമപഞ്ചായത്ത് തികച്ചും ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പഞ്ചായത്താണ്. ശാന്തസുന്ദരമായ ഒരിടം. ഒരുപാട് വികസന നേട്ടങ്ങൾ ഈ ഒരു 5 വർഷ കാലയളവിൽ മണിയൂരിൽ നടപ്പാക്കിയിട്ടുണ്ട്. പോയ 5 വർഷം എങ്ങനെയായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷ്റഫ്. നമസ്കാരം. നമസ്കാരം. ഇദ്ദേഹം ടി കെ അഷ്റഫ് മണിയൂർ പഞ്ചായത്തിൻ്റെ സാരഥിയാണ്. അപ്പോൾ മണിയൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പഞ്ചായത്താണ്. നമുക്കിവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണുള്ളത്. അപ്പോൾ മണിയൂർ പഞ്ചായത്തിൻ്റെ പോയ 5 വർഷങ്ങളെക്കുറിച്ച് എങ്ങനെ വിലയിരുത്തുന്നു? നിങ്ങൾ ഈ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ അറിയാലോ, ഇതൊരു പൂർണ്ണ ഗ്രാമീണ പ്രദേശമാണ്. ഈ ഗ്രാമീണ പ്രദേശത്ത് നിന്നുകൊണ്ട് 2020 ഡിസംബർ മാസമാണ് നമ്മൾ ഈ അധികാരമേറ്റത്. കോവിഡിൻ്റെ മധ്യഘട്ടത്തിലായിരുന്നു. പിന്നീട് വാക്സിനേഷൻ്റെ വലിയ രൂപത്തിലുള്ള തള്ളിക്കയറ്റുണ്ടായി. ഇതൊക്കെ കഴിഞ്ഞുള്ള 4 വർഷക്കാലമാണ് ഈ വികസന പ്രവർത്തനത്തിൽ നമുക്ക് സമയം ലഭിച്ചത്. ഈ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചത് സംസ്ഥാനത്ത് ഏറ്റവും നന്നായി ചെയ്യുക എന്നുള്ളതാണ്. ആരെങ്കിലും ചെയ്യുന്നത് നോക്കി ചെയ്യുക എന്നുള്ളതല്ല. അങ്ങനെ വന്നപ്പോൾ കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെയുള്ള MCF സ്ഥലം വാങ്ങിയതാണ്. പഞ്ചായത്ത് പണം മുടക്കി സ്ഥലം വാങ്ങി കേരളത്തിലെ ഏറ്റവും വലിയ MCF 5000-ഓളം സ്ക്വയർ ഫീറ്റ് MCF ഉണ്ടാക്കി. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ രണ്ടാമത് ഈ ഓഫീസ് പ്രവർത്തനം. ഇത് സംസ്ഥാനത്തെ വേറെ ഒരു പഞ്ചായത്തിലും എൻ്റെ ശ്രദ്ധയിലില്ലാത്ത മികച്ച ഭൗതിക സംവിധാനത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. മൂന്നാമത് നമ്മൾ ടേക്ക് എ ബ്രേക്ക് എടുത്തിട്ട് ഉദ്ഘാടനം കഴിഞ്ഞു. അത് ഈ സംസ്ഥാനത്തെ ഏറ്റവും നല്ല 2.5 കോടി ചെലവിലുള്ള ടേക്ക് എ ബ്രേക്കാണ്. അതിൻ്റെ മുകളിൽ ഒരു സിനിമാ തിയേറ്റർ ഉണ്ട്. അതിൻ്റെ മുകളിൽ വാന നിരീക്ഷണ കേന്ദ്രം ഒരുങ്ങുന്നുണ്ട്. ഏറ്റവും മികച്ച സാധനം. ഇനി ഹരിതകർമ്മസേന. ഹരിതകർമ്മസേനക്ക് കൺസർവേഷൻ വിവിധങ്ങളായ, ഇപ്പം റിംഗം പോസ്റ്റ്, ഇനോക്കുലം, അല്ലെങ്കിൽ ചവിട്ടി, വേസ്റ്റ് തുണിയത് ചവിട്ടി, പിന്നെ ബൾബ്, അങ്ങനെ ഒട്ടേറെ ഈ കൺസർവേഷനുള്ള ഏക പഞ്ചായത്ത് മണിയൂർ. ഞാൻ പറഞ്ഞു വന്നത് മറ്റുള്ള ആളുകൾ ചെയ്യുന്നതല്ല, നമ്മളതായ രീതിയിൽ കാര്യങ്ങൾ. ഇപ്പോൾ ബഡ്സ് സ്കൂൾ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ബഡ്സ് സ്കൂളാണ് ഉദ്ദേശിക്കുന്നത്. ആ മേഖലയിലെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും നല്ല ആശ്വാസമാകുന്ന തെറാപ്പികൾ, തൊഴിൽ പരിശീലന കേന്ദ്രം, വിശ്രമ കേന്ദ്രം, അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ക്ലിനിക്ക് കൂടി വരുന്നു. നല്ല സംഗതിയാണ്. തൊട്ടടുത്ത് ജെൻഡർ പാർക്ക്. വൈകുന്നേരങ്ങളിൽ സ്ത്രീകൾക്ക് മാത്രമായി അവരെ ശാരീരിക മികവ് അല്ലെങ്കിൽ ശാരീരിക അധ്വാനം കാണിച്ചുകൊണ്ട് അവരെ ഫിറ്റ്നസ്സിന് വേണ്ടിയുള്ള സെൻ്ററാണ് സ്ത്രീകളുടെ. അവിടെ നമ്മൾ ജിമ്മുണ്ട്, യോഗ ഉണ്ട്, ഷട്ടിലുണ്ട്, ബാസ്കറ്റ് ബോളുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഒരുങ്ങി വരികയാണ്. ഇങ്ങനെ ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഭൂമി ഒറ്റയടിക്ക് പിടിച്ചെടുത്ത പഞ്ചായത്ത് നമ്മളാണ്. 9.5 ഏക്കർ. അധികാരത്തിൽ വന്ന് അധികമില്ല. 67 മുതൽ ഭൂമി അന്യാധീനപ്പെട്ട് കിടക്കുക. ഉദാഹരണം പറയാം. അതുപോലെ നമ്മൾ ഈ 9000-ഓളം കെട്ടിടങ്ങൾ നമ്പറില്ലാതെ, അല്ലെങ്കിൽ ഒരാൾ പകുതി എടുത്ത് നമ്പറുണ്ട്, മറ്റു പകുതിക്ക് നമ്പറില്ല, അങ്ങനെയുള്ള ഒരു പ്രത്യേക ടീമിനെ വെച്ച് സർവേ നടത്തി 8800-ഓളം കെട്ടിടങ്ങളെ റെഗുലറൈസ്. അങ്ങനെ റെഗുലറൈസ് ചെയ്തതിലൂടെ അവർക്കെല്ലാം നമ്പറായി. ചെറിയ ഫീസാണ് ഈടാക്കി. ഇതാണ് സംസ്ഥാന ഗവൺമെൻറ് നമ്മളെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മണിയൂർ മോഡൽ എന്ന് പ്രകീർത്തിച്ചുകൊണ്ട് കേരളത്തിലാകെ ഇപ്പം നടപ്പായിക്കൊണ്ടിരിക്കും. എന്നാണ് 8800 ആളുകൾക്ക് പറയുന്നത്. ഞാൻ പറയും, സംസ്ഥാനത്ത് ആരും ചെയ്യാത്ത 5-10 കാര്യങ്ങൾ ഇതുപോലെ നമ്മൾ ചെയ്തു പോയി. അതാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത. പിന്നെ ഒട്ടേറെ കാര്യങ്ങൾ. പിന്നെ സാധാരണ എല്ലാവരും ചെയ്യുന്ന ചെയ്യാത്ത ഉയരെ വിദ്യാഭ്യാസ പരിപാടി എന്ന് പറയുന്നത് വിപുലമായി അംഗനവാടി മുതൽ നഴ്സറി മുതൽ 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ എല്ലാവർക്കും പരിശീലനം കൊടുക്കുന്ന പരിപാടി. റേസിംഗ് മണിയൂർ എന്ന് പറയുന്നത് കുട്ടികൾക്ക് കളി പരിശീലനം, ഷട്ടിൽ, വോളിബോള്, ബാസ്കറ്റ് ബോൾ, മറ്റ് ഫുട്ബോൾ പരിശീലനങ്ങൾ എല്ലാ വാർഡുകളിലും തയ്യാറായി വരുന്ന ജനകീയ കൂട്ടങ്ങൾക്ക് കളിസ്ഥലത്തിന് പഞ്ചായത്ത് പണം കൊടുക്കും. അതുപോലെ സ്റ്റേഡിയം 1.5 ഏക്കറിൽ 80 ലക്ഷം ഉറുപ്പ്യക്ക് നമ്മൾ സ്ഥലം വാങ്ങി സ്റ്റേഡിയം പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ 2-3 മാസം കൊണ്ട് പണി തീരും. ഞാൻ പറഞ്ഞത് അത് വേറൊരു പ്രത്യേക ഇതാണ്. അതുപോലെ തൊഴിലുറപ്പിൽ നമ്മൾ വളരെ താഴെ നിന്ന് ഇപ്പോൾ ഉയർന്നു വന്നിട്ട് സംസ്ഥാനത്ത് തന്നെ 4ാം സ്ഥാനം 5ാം സ്ഥാനം എന്നൊക്കെ ഘടനയിലേക്ക് വന്നു. ജില്ലയിൽ
100 ദിനം 100 ആളുകൾക്ക് തൊഴിൽ കൊടുത്ത 2500-ലേറെ തൊഴിൽ 3 വർഷമായി കൊടുത്തുകൊണ്ട് ജില്ലയിൽ ഈ പഞ്ചായത്ത് 1ാം സ്ഥാനമാണ്. പിന്നെ ലൈഫ് എന്താണ്, ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും 1 ഗഡു 2 ഗഡു പണം കൊടുത്ത് നമ്മൾ മാറി. പിന്നെ കുടിവെള്ള പദ്ധതികൾ, ഇപ്പം നിങ്ങളെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് ഊട്ടുപുര ഒരു അതിനെക്കുറിച്ച് ഞാൻ തന്നെ ആദ്യം ഒന്ന് പറയേണ്ടതുണ്ട്. കാരണം നമ്മളൊരു ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചായയോ വെള്ളമോ കുടിക്കണമെങ്കിൽ നമ്മൾ പുറത്ത് പോയി കടയിൽ നിന്ന് കഴിക്കണം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളിവിടെ കയറി വന്ന ഒരാൾ പോലും വിശന്നിരിക്കാൻ പാടില്ല എന്നുള്ള വലിയൊരു സന്ദേശം നൽകിക്കൊണ്ടാണ് ഇവിടെ ഒരു ഊട്ടുപുര തയ്യാറായിട്ടുള്ളത്. ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ തന്നെ വന്നിവിടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇന്ന് വീണ്ടും ഇവിടെ എത്തിയപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പദ്ധതിയിലേക്കുള്ള ഒരു തുടക്കം എങ്ങനെ ആലോചന എന്ന് പറഞ്ഞാൽ എൻ്റെ ഒന്ന് വ്യക്തിപരമായി എൻ്റെ അടുത്തേക്ക് ആലോചന വരുന്നത് കൂടെ പഠിച്ച ആളുകൾ, അടുത്ത സുഹൃത്തുക്കൾ പലരും വെക്കുന്ന നിർദ്ദേശം, ആ നിർദ്ദേശം പ്രായോഗികമാകുമെന്ന് നോക്കി. അങ്ങനെ 2024 ഡിസംബർ 1-ാം തീയതി നിങ്ങളെല്ലാവരെയും ക്ഷണിച്ച് നമ്മളിവിടെ ഭക്ഷണം കഴിച്ച് തുടങ്ങി. ഇപ്പോൾ ഒരു വർഷമായി ഏകദേശം. നല്ല വിജയകരമായി, നല്ല ടേസ്റ്റ്. അങ്ങനെ ടേസ്റ്റ് ഒരു സാധാ നാടൻ ഭക്ഷണം എല്ലാവരെയും സൽക്കരിച്ച് പോകാൻ പറ്റും. ചായ വേണ്ടവർക്ക് ചായ കൊടുക്കണം, മറ്റു കാര്യങ്ങൾ നടത്തിക്കൊള്ളാൻ പറ്റും. അത് ജീവനക്കാരുടെയും ഭരണസമിതിക്കാരുടെയും പരിപൂർണ്ണ സഹകരണത്തോടെ, അല്ലാതെ അതിന് പ്രത്യേകിച്ച് അതിനൊരു ഭാരമായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ അനുഭവപ്പെട്ടില്ല. ഇവിടെ പിന്നെ മണിയൂർ ഫെസ്റ്റ് ഞാൻ പറയാണ്, പിന്നെ ജൈവ വൈവിധ്യ റേസ് നല്ല, പിന്നെ നമ്മളിപ്പോൾ ഒരു മധുരവനം, വേറെ പഞ്ചായത്തിനില്ലത്. മധുരവനം എന്ന് പറയുന്നത് 1 ഏക്കർ സ്ഥലത്ത് 100ഓളം തരം മാവിൻ തൈകളാണ്. ഒരു 6 മാസം കൊണ്ട് കായ്ച്ചു കൊടുക്കുന്നത്. നിങ്ങളവിടെ വന്നാൽ 6 മാസമോ 8 മാസമോ 10 മാസമോ കഴിഞ്ഞ് വരുമ്പോൾ പലതരം മാങ്ങകൾ ഒന്നിച്ചിരുന്ന പാർക്കാണത്, ഇരിക്കാൻ സൗകര്യം ഉണ്ടാവും. ഇതിലമായി ടൂറിസം കേന്ദ്രങ്ങൾ മണിയൂർ പഞ്ചായത്തിൽ മണിയൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ടൂറിസത്തിൽ വലിയൊരു ചുവടുവയ്പ് നടത്തിയ ഒരു പഞ്ചായത്താണ് മണിയൂർ. ടൂറിസം മേഖലയിൽ ഒരുപാട് പദ്ധതികൾ മണിയൂരിൽ നടപ്പാക്കിയിട്ടുണ്ട്. എടുത്തു പറയത്തക്ക പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. അതിന് നല്ലൊരു സാധ്യത ഇവിടെ കണ്ടിട്ടുണ്ട്. മണിയൂർ പഞ്ചായത്തിൽ ഈ ഭരണസമിതി വരുമ്പോൾ അങ്ങനെ ആലോചിക്കാനുള്ള ടൂറിസം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഡെസ്റ്റിനേഷൻ ചാലഞ്ച് എന്ന് പറയുന്ന പദ്ധതിയിൽ 50 ലക്ഷം റുപ്യ അനുവദിച്ചു. 50 ലക്ഷം പഞ്ചായത്ത് മുടക്കി 1 കോടി റുപ്യക്ക് ചൊവ്വാപ്പുഴ പദ്ധതി, ഇപ്പോൾ പണി തുടങ്ങിയ പദ്ധതി. അത് വരുമ്പോഴേക്ക് എന്താണ്, നല്ല ആളുകൾ ആകർഷിക്കുന്ന പദ്ധതിയാണ്. ഇപ്പം മഞ്ചയിൽ കടവുള്ള പദ്ധതി ആരംഭിച്ചിട്ട് 2-3 മാസം. വലിയ ജനാണ്, 1000, 2000, 3000 അങ്ങനെ ജനാണ് അവിടെ വരുന്നത്. അത് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും മത്സ്യസഞ്ചാരി എന്ന് പറയുന്നൊരു പദ്ധതിയും തൊഴിലേതരായ ആളുകളുടെ സപ്പോർട്ടുമാണ്. ചെറുന്നത്തൂർ ചിറയിൽ 1 കോടി റുപ്യൻ്റെ ഒരു പദ്ധതി ഒരാളുകൾ ആരംഭിച്ചിട്ടുണ്ട്. മഴയായി നിർത്തിയതാണ്. മഴ കഴിഞ്ഞാൽ ഇപ്പോൾ വീണ്ടും അത് 1 കോടി റുപ്യ നല്ല ചെറുന്നത്തൂർ ചിറേൻ്റെ പ്രകൃതി ഭംഗി നിലനിർത്തിക്കൊണ്ട് അതിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള മനോഹരമായ മഴ. അപ്പോൾ 3 പദ്ധതി വളരെ പെട്ടെന്ന് യാഥാർത്ഥ്യമാണ്. 1, 2, 3 മാസം ഈ സീസണിൽ തന്നെ മണിയൂർ പഞ്ചായത്തിലേക്ക് ടൂറിസമായി വരുന്ന ആളുകൾക്ക് 3 സന്ദർശിക്കാനും. 3 തരാണ്. ഒന്ന് ചെറിയാണ്, എക്കോ ആണ്. രണ്ടാമത്തെ ബോട്ട് മറ്റ് സർവീസാണ്. മൂന്നാമത്തെ ഇപ്പം പാർക്കും മറ്റു കാര്യങ്ങളാണ്. 3 തരത്തിലുള്ള പാർക്കുകൾ ഈ ചെറിയ കാലയളവിൽ ഉണ്ടാക്കാൻ കഴിയുന്നുള്ളത് അഭിമാനകരമാണ്. മാത്രമല്ല ഇനിയിപ്പോൾ നമ്മൾ പതിവ് പരിപാടി എന്ന് പറയുന്നത് എന്താ, പതിവിൽ എല്ലാ റോഡ്, ആ റോഡ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് സംസ്ഥാനത്ത് തന്നെ അത്ഭുതപ്പെടുന്ന എണ്ണം റോഡുകൾ പിടിച്ച് ഇവിടെ 489 എണ്ണം. ഞാൻ പറയാം, MLA 30, ഈ പഞ്ചായത്ത് ഫണ്ട് കൊണ്ട് 195, തൊഴിലുറപ്പ് ഫണ്ടിൽ 264, അങ്ങനെ 489 എണ്ണം പൂർത്തീകരിച്ചു. 122 എണ്ണം ഇപ്പോൾ ടെൻഡർ വെച്ച് പണി തുടങ്ങാൻ പോകും. എന്നാൽ 611 റോഡുകളാണ് ഈ കാലയളവിൽ ഇവിടെ വരുന്നത്. ലൈറ്റ് എല്ലാ വാർഡിലും 2000-ലേറെ ലൈറ്റ്. ഇങ്ങനെ വ്യത്യസ്തമായ ഒട്ടേറെ കാര്യങ്ങളിലൂടെ കടന്നുപോയ 5 വർഷമാണ് വന്നത്. ഇതുകൊണ്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ ഈ 5 വർഷം മുമ്പ് ഈ പഞ്ചായത്ത് ഒരു കാരണവശാലും ഒരെണ്ണത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ആരെങ്കിലും അറിയപ്പെടുന്ന ഒരു പഞ്ചായത്തല്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് ജില്ലയിൽ സ്വരാജ് ട്രോഫി 1-ാം സ്ഥാനം കിട്ടി, സംസ്ഥാനത്ത് 5-ാം സ്ഥാനം. ഈ വൃത്തി കോൺക്ലേവ് എന്ന് പറയുന്ന സംസ്ഥാന സർക്കാർ നടത്തിയ ശുചിത്വ പരിശോധനയിൽ സംസ്ഥാനത്ത് 2-ാം സ്ഥാനം. അതുപോലെ ഹരിതകർമ്മ സേന കൺസേഷ്യം ഉള്ള ഏക പഞ്ചായത്ത്, 941 പഞ്ചായത്തിൽ ഏക പഞ്ചായത്തായി മണിയൂർ മാറി. നമ്മളൊരു പ്രത്യേകത, ഈ 21 മെമ്പർമാരാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒരു തീരുമാനം പോലും, ഈ 5 വർഷക്കാലത്തേക്കുള്ള ഒരു തീരുമാനം പോലും അതിൽ 20 ആളെ പിന്തുണയോടെ അല്ല സ്വീകരിച്ചത്, 21 ആളെ പിന്തുണ. ഞാനിപ്പോഴും പറയുന്നത് ഈ നേട്ടങ്ങൾക്കൊക്കെ കാരണം എല്ലാവരും ചേർന്നുള്ള ഐക്യത്തോടുള്ള തീരുമാനങ്ങളാണ്. മാത്രമല്ല ഇവിടുത്തെ ജീവനക്കാർ, സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാർ, ഇവർ തരുന്ന സഹായം, പിന്തുണ, രാത്രി വരെ വർക്ക് ചെയ്യാനുള്ള സന്നദ്ധത, അങ്ങനെ
മനസ്സ് വരിച്ച് ഞങ്ങളതാണ് പഞ്ചായത്ത്, ഞങ്ങളാണ് ഈ നേട്ടത്തിൻ്റെ പിറകിൽ നിന്ന് ഓരോരുത്തർക്കും തോന്നുന്നത്. എല്ലാവരും ഇടപെടുന്നു, എല്ലാവരും ഒറ്റക്കെട്ടായി പോയ 5 വർഷമാണ് കടന്നുപോയത്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ യാതൊരു സംഗതിയും നേട്ടത്തിലില്ല. എല്ലാവരുടെയും കൂട്ടായ്മയാണ് ഈ നേട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, എടുത്തു പറയേണ്ട കാര്യം എന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അങ്ങനെ എല്ലാ മേഖലയിലും വികസനം സാധ്യമാക്കിയ ഒരു 5 വർഷത്തിൽ അഭിമാനവും സന്തോഷവുമാണ് തീർച്ചയായിട്ടും. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ചെറിയൊരു ഗ്രാമപ്രദേശത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് വികസന സൗകര്യങ്ങൾ ഇല്ലാത്തൊരു സ്ഥലത്തായിട്ട് പോലും ഒരുപാട് തനത് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി ജനഹൃദയം കീഴടക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ ഒരു ചാരിതാർത്ഥ്യമുണ്ട്. കൂട്ടായ്മയുടെ വിജയമാണ്. ഈ 5 വർഷവും ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ തന്നെയാണ് നടത്തിയത്. റോഡായാലും മാലിന്യ സംസ്കരണമായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും എല്ലാ മേഖലയിലും, കുടിവെള്ളമായാലും ഇത്തരത്തിലൊക്കെ വലിയ നേട്ടങ്ങൾ തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ സന്തോഷമാണ്. അപ്പോൾ ഒരു അധ്യാപകൻ കുട്ടികളെ നയിക്കുന്നത് പോലെ മണിയൂരിൻ്റെ സാരഥിയായി നിന്ന് എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒരുമിച്ച് മുന്നോട്ട് നയിച്ച് ഈ 5 വർഷം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയും മുന്നോട്ട് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ മണിയൂരിനും ഒപ്പം മാഷ്ക്കും കഴിയട്ടെ. കൂടുതൽ പ്രവർത്തനങ്ങൾ, മാതൃകയാക്കാവുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ എന്നും കൂടി ആശംസിക്കുകയാണ്. എല്ലാവർക്കും ആശംസകൾ. നന്ദി. വീണ്ടും വരിക, നമുക്ക് ഭക്ഷണം കഴിക്കാം, ചായ കുടിക്കാം. തീർച്ചയായിട്ടും. പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ ഞാനിവിടെ ഉണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ച് കാണാം. അതെ. Charitra Vivag Bridal Collections by Shobika Weddings.